നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ റെമഡീസിൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ കുറച്ച് ദിവസമായിട്ട്. നമ്മൾ ഓരോ ഗ്രഹങ്ങളുടെയും പരിഹാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഓരോ ഗ്രഹങ്ങൾ ജാതകത്തിൽ പിഴച്ചു കഴിഞ്ഞാൽ പരിഹാരം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ, അത് നമ്മൾ അനുഭവിക്കേണ്ടതല്ലേ എന്നുള്ളത്. ഞാനത് നേരത്തെ പരിഹാരങ്ങൾ പറയുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു. ദൃഢഫലം, അദൃഢഫലം, ദൃഢാദൃഢഫലം എന്ന് പറഞ്ഞ് 3 തരത്തിലുണ്ട്. ദൃഢഫലങ്ങൾ വരും, അത് വിധിയാണ്, നമ്മൾ അതിലൂടെ പോയേ പറ്റൂ, മനസ്സിലാവും. പക്ഷേ അദൃഢഫലവും ദൃഢാദൃഢഫലവും നമ്മളുടെ പ്രവർത്തികൾക്കനുസരിച്ച് മാറ്റാനും പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് ശനിയുടെയാണ് പഠിക്കാൻ പോകുന്നത്. ശനിയുടെ പരിഹാരം എന്ന് പറയുമ്പം, ശനിയുടെ ഒരു ദശ അപഹാര കാലം, അല്ലെ ശനി സ്വാധീനിക്കുന്ന ഒരു സമയത്ത് ശനിയുടെ ഒരു ബോധമണ്ഡലത്തിലായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ശനിയുടെ ആ ഒരു നെഗറ്റീവ് കാരകത്വങ്ങൾ അനുഭവിക്കേണ്ട അതേ കാലഘട്ടത്തിൽ നമ്മൾ എന്തുകൊണ്ടാണോ ആ നെഗറ്റീവ് കാരകത്വം നമ്മൾ അനുഭവിക്കേണ്ടി വന്നത്, അതേ സമയത്ത് നമ്മൾ ശനിയുടെ വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ധാർമ്മികമായിട്ടുള്ള സുഹൃതങ്ങൾ ചെയ്യാൻ നമ്മൾ മാറുന്നു. അതാണ് പരിഹാരങ്ങൾ. അത് അമ്പലത്തിൽ വഴിപാട് കഴിക്കുന്നത് മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളുണ്ട്. അപ്പം ഈ പറയുന്ന പരിഹാരങ്ങളെല്ലാം കൂടെ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും ശനിക്ക് പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഏത് ഗ്രഹമാണോ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ജീവിത രീതിയും കൂടെ നമ്മൾ പുലർത്താൻ തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാറ്റം വരും. അതെൻ്റെ പേഴ്സണൽ അനുഭവമാണ്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഞാനത് പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ പരിഹാരം ജെന്യുവിനാണ്, വളരെ കൃത്യമാണത് ചെയ്യേണ്ടത്. എന്തിനും പരിഹാരമുണ്ട്, ചില വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും ഇല്ല. അപ്പം പരിഹാരമുള്ള വിഷയം, അത് അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിച്ചാൽ മാറുമെങ്കിൽ ചികിത്സിക്കുന്നതല്ലേ നല്ലത്. വിധിയാണെന്നും പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. ചികിത്സിച്ചാൽ മാറാത്ത അസുഖങ്ങളുമുണ്ട്, പക്ഷേ ചികിത്സിച്ചാൽ മാറുന്നതാണെങ്കിൽ ചികിത്സിക്കുന്നത് തന്നെയല്ലേ നല്ലത്, അല്ലേ? അപ്പം നമുക്ക് അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ശനിയുടെ കാരകത്വത്തിലേക്ക് കടക്കാം. ശനിയുടെ കാരകത്വം എന്തൊക്കെയാണ്? ദുഃഖം, അധാർമികത, ഡിലേയിങ്, വൈകിപ്പിക്കുന്നത്, വാതരോഗം, ബന്ധനം, നീചപ്രവൃത്തികൾ പലതും, അപകടങ്ങൾ, മദ്യപാനം, ചെറുകിട മോഷണങ്ങൾ, ദാസ്യവൃത്തി. ദാസ്യവൃത്തി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് ഫലം കിട്ടാതെ വരുന്നത്, അത്യധ്വാനം, നീചമായിട്ടുള്ള വേശ്യാവൃത്തി. വേശ്യാവൃത്തി തന്നെ ശുക്രൻ്റെ കാരകത്വത്തിലും അതേപോലെ തന്നെ ശനിയുടെ കാരകത്വത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശനിയുടെ കാരകത്വത്തിലുള്ളത് അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ഗതികെട്ട ഒരു അവസ്ഥ എന്ന് പറയും. അതേസമയത്ത് ശുക്രൻ്റെ എന്ന് പറയുന്നത് ലക്ഷങ്ങൾ മുടക്കിയുള്ള വളരെ ഒരു ഫാൻറ്റസി വേൾഡിൻ്റെ ഭാഗമായിട്ട് അത് വരും. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ശുക്രനെയും ശനിയെക്കുറിച്ചുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഏകാന്തവാസം, ജയിൽവാസം, ഡിപ്രഷൻ്റെ പ്രധാനമായിട്ടും ഒറ്റപ്പെടൽ, ലോൺലെസ്, മരണാനന്തര ചടങ്ങുകൾ, കറുപ്പ് നിറം, പുകപടലങ്ങൾ, അതുപോലെ തന്നെ ഈ സ്മോക്കിങ് പോലുള്ള കാര്യങ്ങൾക്ക് അഡിക്റ്റ് ആവുന്നത്, അതുപോലെ തന്നെ പോത്ത്, ജരാനരകൾ, എള്ള്, മരണാനന്തര ചടങ്ങുകൾ, ശ്മശാനം, കത്തി നിൽക്കുന്ന ശ്മശാനങ്ങൾ, സാഹസ പ്രവൃത്തികൾ, ചോരന്മാർ, നീച ജന സഹവാസം, മാറാരോഗങ്ങൾ, വാതരോഗങ്ങൾ, വാർദ്ധക്യം, നിസ്സഹായത, കടം, എന്ത് ചെയ്തിട്ടും കയറി വരാൻ പറ്റാത്ത അവസ്ഥ, പ്രപഞ്ചത്തിൻ്റെ, യൂണിവേഴ്സിൻ്റെ പഠിപ്പിക്കുന്ന അവസ്ഥ, നമ്മുടെ ദൗത്യത്തിലേക്ക് എത്തിക്കുന്ന അവസ്ഥ, ശാസ്ത്രഭജനം, ധ്യാനം, മെഡിറ്റേഷൻ, യോഗശാസ്താവ്, യോഗ നരസിംഹസ്വാമി, യോഗ ദക്ഷിണാമൂർത്തി, യോഗ ഹനുമാൻ, സന്യാസിമാർ. 2 എക്സ്ട്രീമുണ്ട് ശനിക്ക്. ചാത്തൻ സേവ, ക്ഷുദ്രം, ആഭിചാരം, മലയന്മാരുടെ ക്ഷുദ്രപ്രയോഗങ്ങൾ, ഒടിപ്രയോഗങ്ങൾ, ഇതൊക്കെ ശനിയാണ്. ഭാഗ്യദോഷം, നമുക്കെല്ലാ വിഷയത്തിലോടുമുള്ളൊരു മാന്ദ്യാവസ്ഥ, അതേപോലെ ഇന്ദ്രനീലക്കല്ല്, നീല നിറത്തിലുള്ള ഇന്ദ്രനീലക്കല്ല്, ഇങ്ങനെ തുടങ്ങി നമ്മൾ ആ ശനിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. ജീവിതം ഒരു ഒഴുക്കല്ലേ. ശനി ഒരാളുടെ ജാതകത്തിൽ
ഒരു ദുർബലനായി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ലൈഫ് ശനിയുടെ ദശയോ അപഹാരമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിരിക്കും, ഭയങ്കര ഡിലേ ആയിരിക്കും, എല്ലാ കാര്യത്തിനും തടസ്സം, അത്യധ്വാനം, അലച്ചിൽ. നമ്മൾ എത്ര അലഞ്ഞാൽ രാവിലെ 5 മണിക്ക് എണീറ്റിയാലൊക്കെ പോയെന്നിരിക്കും, രാത്രി 12 മണി വരെയൊക്കെ പണിയെടുത്താലും പണിയെടുക്കുന്നതിൻ്റെ ഒരു ഫലം വരില്ല. എന്നാൽ ജോലിയുടെ ഒരു കാര്യത്തിൽ നിന്ന് കരകയറി വരുമ്പോഴത്തേക്ക് കുടുംബത്തിലെ പ്രശ്നം, കുടുംബത്തിൽ നിന്ന് കരകയറി വരുമ്പോഴത്തേക്ക് മറ്റ് സുഹൃത്തുക്കളുടെ ഇടയിൽ പ്രശ്നം, എല്ലാ ഏരിയയിൽ നിന്നും ഒരു ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു ചേരും. ശനി പ്രതികൂലമായാൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അതാണ്, ഒറ്റപ്പെടലാണ്, ഡിലേയിങ് ആണ്, ഞെരുങ്ങും. ജീവിതം ഇങ്ങനെ മടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും. അതുപോലെ തന്നെ മാനസിക വിക്ഷോഭങ്ങൾ, വിപരീതമായിട്ടുള്ള പരിസ്ഥിതികൾ വരുന്ന സമയത്ത്, സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെ നേരിടാൻ പറ്റാതെ വരിക, ചിന്തിച്ച് കൂട്ടിയിട്ട് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കമില്ലാത്ത അവസ്ഥ, മറ്റുള്ളവരുടെ ഭീഷണികൾക്കും വിരട്ടലിനും സാഹചര്യങ്ങൾ കൊണ്ടും നിസ്സഹായത കൊണ്ടും വഴങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ. ഒരു ജോലിയിലാണെങ്കിൽ ഹൈപ്പ് കിട്ടേണ്ടതാണ്, പക്ഷേ അവർ തരുന്നില്ല. എന്നാൽ അതിട്ടിട്ട് നമുക്ക് അടുത്തൊരു ജോലിയിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ, കാരണം അത്രയും ലയബിലിറ്റി ഉണ്ടാവും. അപ്പം സഹിച്ച് നിൽക്കേണ്ട അവസ്ഥ. അത് ഏത് റിലേഷൻഷിപ്പിലായാലും, ജോലിയിലായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ, അല്ലെ മറ്റെവിടെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു അടിമത്വം. അതേപോലെ തന്നെ നാർസിസ്റ്റിക് വിക്ടിമുകളാവുക, അല്ലെങ്കിൽ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള പലരുടെയും വിക്ടിമുകളാവുക, ഇതൊക്കെ ശനി മോശമാവുമ്പോൾ സംഭവിക്കുന്നതാണ്. ശനി ജാതകത്തിൽ ബലഹീനനായവർ പെട്ടെന്ന് നിരാശരാകും. തന്നെ കൊണ്ടൊന്നും പറ്റില്ല, എനിക്ക് വയ്യ, എപ്പോഴും ഒരു ഡിപ്രഷൻ മോഡായിരിക്കും. അതുപോലെ തന്നെ ഒരു തീരുമാനമെടുക്കാനുള്ള ബലമില്ലായ്മ. രവിയുടെ എക്സാക്റ്റ് ഓപ്പോസിറ്റ്, എന്നെ കൊണ്ടൊന്നും കഴിയില്ല, എന്നെ കൊണ്ടൊന്നും ഇനിയും ഇതൊന്നും പറ്റില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു രീതി. ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പം യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനും ആ സാഹചര്യത്തിനനുസരിച്ചുള്ള പ്രായോഗിക ബുദ്ധി ഉപയോഗിക്കാനും പലപ്പോഴും ഇവർ പരാജിതരാവുക ചെയ്യുന്നത്. ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. പലരും പറയും, എനിക്ക് ഈ അവസ്ഥയിൽ ഇനി ജീവിക്കണ്ട, മരിച്ചാൽ മതി, ചത്താൽ മതി, അല്ലെങ്കിൽ ആ ഒരു മടുപ്പ്, മരണം പോലും ദയ കാണിക്കാത്ത അവസ്ഥ. അങ്ങനത്തെ ഒരു സാഹചര്യം, അതായത് രോഗശയ്യയിൽ കിടന്നാൽ മരിക്കാതെ കുറേ കാലം കിടന്ന് ശരീരമൊക്കെ പൊട്ടി വ്രണം വരുന്ന അവസ്ഥ. ഇതൊക്കെ ശനിയുടെ ഒരു വല്ലാത്തൊരവസ്ഥ. അത് കാരണം ആ കർമ്മത്തെ ഇതിനൊക്കെ ഒരു റീസൺ ഉണ്ട്. അവരുടെ ആ കർമ്മത്തെ, ആ കർമ്മശരീരത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കും. ശനി ആ റിഫൈൻ ചെയ്യും വാസ്തവത്തിൽ, അതാണ് സത്യം. അത് കർമ്മഫലത്തിന് നേരെയുള്ള കണ്ണാടിയാണ് വാസ്തവത്തിൽ ശനി. ഏത് പ്രവൃത്തികൾക്കും ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാവും. അതുപോലെ തന്നെ വൃദ്ധജനങ്ങളിൽ നിന്നും, ഒരുപാട് പ്രായമുള്ളവരിൽ നിന്നും സെക്ഷൽ അബ്യൂസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശനി വശമില്ല നിന്നാൽ ജാതകത്തിൽ, കേട്ടോ. അതും ശ്രദ്ധിക്കണം. പലരും അത് പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലത്തൊക്കെ കുടുംബത്തിൽ നിന്നൊക്കെ തന്നെ പ്രായമുള്ളവരിൽ നിന്നും ഒക്കെയുള്ള അനുഭവങ്ങൾ. അതുപോലെ തന്നെ തണുത്തതും പഴകിയതുമായിട്ടുള്ള ആഹാരങ്ങൾ, കരിഞ്ഞ ഭക്ഷണങ്ങൾ, അതായത് ഫ്രൈഡായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ സ്വാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങളോടൊരു അകൽച്ച, ഒരു വെറുപ്പ്, പുകയുടെ ഒരു മണവും, അല്ലെങ്കിൽ ഒരു കരി ഉള്ള ഭക്ഷണം, കുറച്ച് പഴകിയത്, അങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളോടായിരിക്കും കൂടുതലും താല്പര്യം ഇവർക്ക്. ഏകാന്തവാസം, മൗനം, വൃത്തിയില്ലാതെ നടക്കൽ, ദീക്ഷയൊക്കെ വളർത്തി അത്ര വൃത്തിയില്ലാതെ നടക്കുന്നത്, അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തോടൊരു വിപ്രതിപത്തി തുടങ്ങിയവയൊക്കെയാണ് ഇവരുടെ സ്വഭാവങ്ങൾ. കറുപ്പ് കലർന്ന നിറം, എണ്ണമയമില്ലാത്ത ഡ്രൈ സ്കിന്ന്, അതുപോലെ മെലിഞ്ഞ് പൊക്കം കൂടുന്ന, പല്ലിന് നീളക്കൂടുതൽ. അതുപോലെ തന്നെ ശനി അതീവ വാതദോഷപ്രദനെങ്കിൽ, അതായത് ശനി വാദത്തിൻ്റെ ആളാണ്, പല തരത്തിലുള്ള അപസ്മാരം, അതുപോലെ തന്നെ പലതരത്തിലുള്ള ദോഷങ്ങൾ, അതുപോലെ ആർത്രൈറ്റീസ് പോലുള്ള കാര്യങ്ങൾ വന്നിട്ട്, നിങ്ങൾ അമവാദം ഒക്കെ പോലുള്ള കാര്യങ്ങൾ വന്നിട്ട് നടക്കാൻ പറ്റാതെ ശനിയുടെ അവസ്ഥ, അതായത് ഞൊണ്ടുന്ന ഒരവസ്ഥ, ഒരു തളർച്ച, ഒരു ഞൊണ്ടിക്കാല്, അതുപോലെ തന്നെ കാലിന് പ്രശ്നങ്ങൾ, ഇതൊക്കെ വരും. അതുപോലെ അർബുദം, അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, സിഗരറ്റ് വലി പോലുള്ള പുകവലിയൊക്കെ നിമിത്തമുണ്ടാകുന്ന അർബുദങ്ങൾ,
ഇന്നത്തെ കാലഘട്ടത്തിൽ സ്റ്റഫുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന അർബുദങ്ങൾ, ചെവിക്ക് കൈ കൊടുത്ത് കേൾക്കുന്ന ഒരു രീതി, അതേപോലെ തുറിച്ചുള്ള നോട്ടം, നിസ്സഹായ അവസ്ഥ, ഇതെല്ലാം ശനിയുടെ ആൾക്കാരുടെ പ്രത്യേക ചേഷ്ടകളും കാര്യങ്ങളും ആണ്. ഏതൊരു ഗ്രഹത്തിൻ്റെ പരിഹാരവും പറഞ്ഞതുപോലെ തന്നെ ശനിയുടെ പരിഹാരത്തിന് നമ്മൾ പറഞ്ഞ പോലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 6-8-12 ശനി പോയാൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, എല്ലാ വർഷവും 41 ദിവസത്തെ വ്രതമെടുത്ത് ശാസ്താവിനെ, ശബരിമല ശാസ്താവിനെ ആശ്രയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതങ്ങ് ചെയ്തോളുക. ശനിക്ക് ഉള്ള ഏറ്റവും വലിയ പരിഹാരമാണ് അത്. അല്ലെങ്കിൽ ഗംഗാസ്നാനം, പ്രത്യേകിച്ച് കാശി, അവിടെ ശ്മശാനം ഉള്ളതാണ്. അത് ശനിയുടെ കാരകത്വം പറയുന്ന എല്ലാ കാര്യങ്ങളും, ശനിയുടെ എല്ലാ ഒട്ടുമിക്ക ഗ്രഹങ്ങളുടെ എല്ലാ കാരകത്വവും ആ ഘാട്ടിലുണ്ട്. അപ്പോൾ ശനിക്ക് വളരെ പരിഹാരമാണത്. ഗംഗാഘാട്ടും മണികർണിക ഘാട്ടും ഒക്കെ പോയി തൊഴുന്നതും, ഭഗവാനെ വിശ്വനാഥസ്വാമിയെ തൊഴുന്നതും, ഹനുമാൻ പ്രീതി വരുന്നതും ഒക്കെ. ഈ കാശിയിലൊക്കെ പോയാൽ സങ്കടമോചന ഹനുമാനൊക്കെ ഉണ്ട്, ഭഗവാനെയൊക്കെ തൊഴുത് പ്രാർത്ഥിക്കുന്നതും. അപ്പം ഇതിനൊന്നും സാധിച്ചില്ലെങ്കിൽ നിത്യേന ഗംഗാ യമുനാ ചൈവ എന്നുള്ള മന്ത്രം ജപിച്ച് കുളിക്കുന്നതും, രാവിലെ ഈശ്വര പ്രാർത്ഥന നടത്തുന്നതും, കുറച്ചു നേരമൊക്കെ മെഡിറ്റേഷൻ ചെയ്യുന്നതും. രണ്ടാമത്തെ പരിഹാരം എന്ന് പറയുന്നത് ഔഷധ സ്നാനമാണ്. കുറുന്തോട്ടി, കാരള്ള്, അഞ്ഞനക്കല്ല്, ശതാവരി, മുത്തങ്ങ, പാഞ്ചോറ്റിത്തൊലി, ത്രികാൽപ്പന കൊന്ന, ശതകുപ്പ, ജാതിക്ക എന്നിവയിട്ട് തിളപ്പിച്ച വെള്ളം 4-1 പറ്റിച്ച് കലശജലത്തിൽ നിറച്ച് ശനീശ്വര പൂജ കഴിച്ച്, ആർക്കാണ് ദോഷം അവരുടെ ശിരസിലേക്ക് ഒഴിച്ച് വേണ്ട പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നത് വിശേഷമായിരിക്കും. കച്ചൂരിക്കിഴങ്ങ് 6 കഴഞ്ചെടുത്ത് ഇടിച്ച് ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് 4-1 പറ്റിച്ച് അത് കലശജലത്തിൽ നിറച്ച് അത് അഭിഷേകം കഴിക്കുന്നതും വളരെ വിശേഷമാണ്. അടുത്തത് ശനിക്ക് പ്രീതികരങ്ങളായിട്ടുള്ള വസ്ത്രങ്ങളാണ്. അത് കറുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങൾ, അല്ലെ നല്ല നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒക്കെ ധരിക്കുന്നത്, കടും നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത്, സന്യാസ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, കാവിയല്ല കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതൊക്കെ വളരെ വിശേഷമാണ്. ശനിക്ക് പ്രീതിയാണ്. വസ്ത്രത്തിൽ നീലയും കറുപ്പുമാണ് ശനിയുടെ നിറങ്ങൾ. രത്നധാരണത്തിൽ ശനിയെ ശക്തിപ്പെടുത്താൻ ബ്ലൂ സഫയർ അഥവാ ഇന്ദ്രനീലമാണ് പ്രധാനം. പക്ഷേ ശനിയുടെ കാരകത്വമുള്ള വിഷയങ്ങൾ, ഇന്ദ്രനീലമായിക്കോട്ടെ, നീല നിറത്തിലുള്ള വസ്ത്രങ്ങളായിക്കോട്ടെ, ഒക്കെ ധരിക്കുന്നത് പലപ്പോഴും വിപരീത ഫലം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശനിയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ഈശ്വരനെ അങ്ങ് ആശ്രയിച്ചാൽ മതി, ശാസ്താവിനെ ആശ്രയിച്ചാൽ മതി. ഇത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തന്നെ പലപ്പോഴും അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അതിനകത്ത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിയുള്ള ഗ്രഹങ്ങളെ പോലെയല്ല, ഒരു ദോഷ കാലഘട്ടത്തിൽ ശനിയുടെ കാലഘട്ടത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പം നമുക്ക് ചില സമയത്ത് ദോഷമായിട്ട് തന്നെയാണ് വരുന്നത്. ശനിയുടെ ദശ, ശനിയുടെ അപഹാരം, അതുപോലെ തന്നെ ഏഴശ്ശേരി, കണ്ടകശനി എല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് വരുന്ന കാലഘട്ടത്തിൽ അത് ശനിയുടെ തന്നെ നക്ഷത്രത്തിലൂടെയാണ് നടക്കുന്നതും എങ്കിൽ നമുക്കത് വലിയ ബുദ്ധിമുട്ടുകൾ വരും. ആ സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് നമ്മുടെ ശനിയുടെ കാരകത്വമുള്ള വസ്ത്രങ്ങളോ മറ്റു കാര്യങ്ങളോ നമ്മളോ ഇന്ദ്രനീല കല്ലോ ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ അതൊന്നും ഒരു 10% കൂടുതൽ നമുക്ക് എഫക്റ്റീവ് ആവില്ല. എപ്പോഴും ശനിയുടെ കാരകത്വത്തിലുള്ള ഈശ്വര വിഷയങ്ങൾ ചെയ്യുമ്പോൾ തന്നെയാണ് സക്സസ്ഫുൾ ആയിട്ട് എനിക്ക് അനുഭവമുള്ളത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ശാസ്താവിൻ്റെ പ്രീതി തന്നെയാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ നീരാഞ്ജനം ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ എള്ളുകൊണ്ട്, ശനിയുടെ ദ്രവ്യം എള്ളാണ്, എള്ളുകൊണ്ട് തുലാഭാരം നടത്തുക. കഴിയുമ്പോഴൊക്കെ ശാസ്താവിന് എള്ളുകൊണ്ട് പായസം നടത്തുക. ശബരിമല ശാസ്താവിനെ 41 ദിവസം വ്രതമെടുത്ത് നഗ്നബാധനായിട്ട് ഭഗവാനെ കല്ലും മുള്ളും ചവിട്ടി അവിടെ ചെന്ന് തൊഴുക. ശനിയുടെ കാരകത്വത്തിലുള്ള എല്ലാ വിഷയങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അതെല്ലാം നമുക്ക് ദോഷപരിഹാരവും ആണ്. അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതം, ശാസ്താവിൻ്റെ വ്രതം, അതുപോലെ തന്നെ ശാസ്താംപാട്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നത്, ഇതെല്ലാം ശനിക്ക് പ്രീതിയാണ്. അതുപോലെ തന്നെ നീല ശംഖുപുഷ്പം, നീല താമര, നീല ചെമ്പരത്തി തുടങ്ങിയിട്ടുള്ള പൂക്കൾ കൊണ്ട് ശനിക്ക് അർച്ചന കഴിക്കുന്നതും വിശേഷമാണ്. എള്ള്, ഉഴുന്ന് എന്നിവ ചേർത്ത് നിവേദിക്കുന്നതും ശനിക്ക്
വിശേഷമാണ്. അതുപോലെ തന്നെ ഹോമത്തിനായിട്ട് ശനിക്ക് വന്യച്ചമതയാണ്. വന്യച്ചമത നേരത്തെ പറഞ്ഞ പോലെ 108 1008 ഒക്കെ ഒരു ചാൺ നീളത്തിൽ എടുത്ത് അതിൻ്റെ കൃത്യമായിട്ട് പൂജകൾ കഴിച്ച് ഹോമിച്ചാൽ ദോഷങ്ങൾ തീരും. അതുപോലെ തന്നെ താന്ത്രിക വൈദിക മന്ത്രങ്ങളുണ്ട്, അത് വ്യക്തമായിട്ട് ഒരാളിൽ നിന്ന് പഠിച്ച് നിത്യേന ജപിക്കുന്നതും ശനി അഷ്ടോത്തര ശതം ജപിക്കുന്നതും ശനി പ്രീതികരങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എള്ള്, കറുത്ത പശു, ഇന്ദ്രനീലം, എള്ളെണ്ണ, ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങളിൽ എള്ളെണ്ണ സമർപ്പിക്കുന്നത്, ഇരുമ്പിൽ നിർമ്മിച്ച ശനിപ്രതിമ അല്ലെങ്കിൽ ഇരുമ്പിൽ നിർമ്മിച്ച ഈശ്വര പ്രതിമകൾ, അഞ്ജനക്കല്ല്, കറുത്ത പട്ട്, കറുത്ത ധാന്യങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നതും ഈശ്വര സങ്കേതങ്ങളിൽ സമർപ്പിക്കുന്നതും ശനിപ്രീതിക്ക് നല്ലതാണ്. പ്രത്യേകിച്ച് കഴിവിനനുസരിച്ച്. ഇപ്പം എൻ്റെ ധനത്തിൻ്റെ അവസ്ഥയല്ലല്ലോ ഇപ്പം അംബാനിക്കുള്ളത്. അപ്പം അംബാനിയുടേതായ രീതിയിൽ സമർപ്പിക്കണം. അതെ, ഉദാഹരണത്തിന് ഒരാൾ ചെയ്യുമ്പോൾ അയാളുടെ കഴിവിനനുസരിച്ച് വേണം, അയാളുടെ കഴിവിൻ്റെ മാക്സിമമായിട്ട് വേണം ഒരു ദാനം സമർപ്പിക്കാൻ, അല്ലെ വഴിപാടുകൾ ചെയ്യാൻ. അല്ലാതെ ഞാനും എൻ്റെ കൂടുള്ള ഒരാളും ഒരേപോലെ അല്ല അത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അവരവരുടെ കഴിവിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം സമർപ്പിക്കുകയും ചെയ്യുക. ദശമഹാവിദ്യകളിൽ ശനിയുടെ പരിഹാരം ശ്രീ കാളിയാണ്. ദക്ഷിണ കാളിക എന്ന കാളിയാണ്. പൊതുവേ ശനിയുടെ ശാക്തേയ പരിഹാരം കാളിയും വൈഷ്ണവ പരിഹാരം ദത്താത്രേയനും അതുപോലെ തന്നെ ശൈവ പരിഹാരം മൃത്യുഞ്ജയനും ദക്ഷിണാമൂർത്തിയുമാണ്. അതുപോലെ ശാസ്താവും യോഗശാസ്താവും യോഗ നരസിംഹസ്വാമിയും യോഗ ദക്ഷിണാമൂർത്തിയും ഒക്കെ ശനിക്കുള്ള പരിഹാര ദേവതകളാണ്. ഇതിനെയൊക്കെ ആശ്രയിക്കുക. അതുപോലെ തന്നെ നമ്മൾ യോഗീശ്വരൻ, അതുപോലെ ചില ദ്രാവിഡ വെച്ചാരാധനകൾ അല്ലെങ്കിൽ ഓരോ ദേശത്തിനനുസരിച്ചുള്ള വെച്ചാരാധനകളുണ്ട്, അതിനെയൊക്കെ ആശ്രയിക്കുന്നത് മലയന്മാർ പൂജിച്ചിരുന്ന ദേവതകൾ, അങ്ങനെയൊക്കെയുള്ള കറുപ്പൻ, ഗുളികൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ദേവതകളെയൊക്കെ ആശ്രയിക്കുന്നതും ഇതിനുള്ള പരിഹാരമാണ്. ഇതിനോടൊപ്പം ശനിയുടെ ജീവിത രീതിയും കൂടെ നിങ്ങൾ നോക്കണം. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഈശ്വരാധീനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സന്താനത്തിൻ്റെയും ഉയർച്ചകളുടെയും ഭാഗ്യത്തിൻ്റെയും ഗുരുത്വത്തിൻ്റെയും ദേവതയാണെങ്കിൽ ശനി എന്ന് പറയുന്നത് ഇല്ലായ്മകളുടെയും തടസ്സത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും വിഷമങ്ങളുടെയും നിസ്സഹായതയുടെയും ഒക്കെ ഗ്രഹമാണ്. അപ്പോൾ 7ര ശനി, കണ്ടകശനി, അഷ്ടമശനി എന്നീ കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ ശനിയുടെ ദശ അപഹാരം നടക്കുന്ന കാലഘട്ടങ്ങളിലും സംയമനത്തോടു കൂടിയിട്ടുള്ള ഒരു ജീവിത രീതി മെച്ചപ്പെടുത്തിയെടുക്കുക. നിസ്സഹായത വന്നിട്ടുണ്ടാകുന്ന ഡിപ്രഷൻ, അപ്പോൾ അതിന് ഏറ്റവും പ്രധാനം ധ്യാനമാണ്. ശനി ധ്യാനത്തിൻ്റെ ആളാണ്, മെഡിറ്റേഷൻ്റെ ആളാണ്. അപ്പം യോഗിയുടെ കാരകനാണ്. അപ്പം മെഡിറ്റേഷൻ പ്രോസസ്സ്, അതായത് ധ്യാനം നമ്മൾ പരിശീലിക്കുക. ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും ധ്യാനിക്കാൻ ശീലിക്കുക. ഇരിക്കാൻ പറ്റത്തില്ല, കാരണം അത്രയും വിപ്രാളവും അത്രയും നിസ്സഹായത ഉണ്ടാകും. പക്ഷേ അത് ശീലിക്കണം. ഇതിനോടൊപ്പം ഹനുമാൻ പ്രീതി വരുത്തുന്നത് നല്ലതാട്ടോ. ഹനുമാൻ പ്രീതി വരുത്തണം. അതുപോലെ തന്നെ എക്സസൈസുകൾ ചെയ്യണം. ഭയങ്കര തളർച്ചയും മടിയായിരിക്കും, ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. പക്ഷേ എക്സസൈസ്, ശരീരം നന്നായിട്ട് വിയർക്കുകയും ദണ്ണിക്കുകയും ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ ശനിയുടെ ഒരു കാലഘട്ടം നിങ്ങളുടെ ജാതകത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒന്നിനും എടുത്തു ചാടാതിരിക്കുക, അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ വെച്ച് പുലർത്താതിരിക്കുക, ഒരു ധൃതി വെപ്രാളം ഒന്നും എല്ലാ വിഷയത്തിലും കാണിക്കാതിരിക്കുക, നിത്യജീവിതത്തിൽ അടുക്കും ചിട്ടയും പുലർത്തുക, കുളിക്കുക, മുഷിഞ്ഞ് ഇരിക്കാതിരിക്കുക, നിങ്ങൾ ഇരിക്കുന്ന പരിസരവും സാഹചര്യങ്ങളുമെല്ലാം നല്ല വൃത്തിയാക്കി വെക്കുക. ഇതുപോലെ ഈശ്വര വിഗ്രഹങ്ങളൊക്കെ വെച്ച് എപ്പോഴും കാണുമ്പോൾ നമുക്കൊരു സന്തോഷം വരുന്ന ഒരു ദൈവീകത ഉള്ള ഒരു സ്ഥലമാക്കി നിങ്ങളുടെ വീടും നിങ്ങളുടെ സാഹചര്യങ്ങളും പേഴ്സണൽ സ്പേസുകളെല്ലാം നിങ്ങൾക്ക് ആക്കാൻ പറ്റുന്നതെല്ലാം അങ്ങനെ ആക്കി വെക്കുക. അതുപോലെ തന്നെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക, കൃഷിക്കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഇടപെടുക, സാധുക്കളായിട്ടുള്ള സാധുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അന്നദാനം, അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുക. നമുക്ക് 3 നേരം ആഹാരം കഴിക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. ആഹാരം നന്നായിട്ട് ദാനം ചെയ്യുന്നതും വസ്ത്രദാനം ചെയ്യുന്നതും ഒക്കെ വളരെ വിശേഷമാണ് സാധുക്കൾക്ക് വേണ്ടിയിട്ട്. ശനിയുടെ ഗ്രഹപ്പിഴ കാലഘട്ടത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വ്യാഴത്തിൻ്റെയും ശനിയുടെയും ഒരു കോമ്പിനേഷനാണ് ഒരു വ്യക്തിക്ക് ലൈഫിൽ ഒരു റിയലൈസേഷൻ വരുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ പേർപ്പസ് എന്താണെന്നുള്ളത് തിരിച്ചറിയുന്ന അപ്പോഴാണ്.
അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശനിയുടെ ദശയോ അപഹാരമോ കണ്ടകശനി അഷ്ടമശനി നടക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ചില ക്ലേശങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിരിക്കും. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം അതൊരു റിഫൈനിങ് ആണ്. അതവർ ചെയ്തിരിക്കും. ആ പ്രപഞ്ചം അത് ചെയ്യും. നിങ്ങളുടെ കർമ്മത്തെ ക്ഷയിപ്പിക്കാൻ ശനിയുടെ ബോധമണ്ഡലം നിങ്ങളിൽ വർക്ക് ചെയ്യും. അതിന് സംശയമില്ല. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഈശ്വരനെ ആശ്രയിച്ചുകൊണ്ട് ദുരിത കാലഘട്ടത്തിൽ ക്ഷമയോടെയും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും ഇതൊക്കെ മാറി നിങ്ങളുടെ ഒരു പേർപ്പസിലേക്കാണ് ശനി കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നേച്ചർ, അല്ലെങ്കിൽ ഈശ്വരൻ, അല്ലെങ്കിൽ ദൈവം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എന്തോ ആ ശക്തി ഈ ജന്മം നിങ്ങളെ എന്തിനാണോ ഇങ്ങോട്ട് അയച്ചത്, അല്ലെങ്കിൽ ഈ ജന്മത്തിൻ്റെ എന്തൊരു സാധനം ഉണ്ടാവുന്നതിനും അതിനൊരു പർപ്പസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഉൾവെളിച്ചം തരാൻ വേണ്ടിയിട്ട് ഉള്ള കാലയളവാണ് പലപ്പോഴും ശനിയുടെ ദശാപഹാര കാലങ്ങളും ശനിയുടെ കാലഘട്ടമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് തിരിച്ചറിഞ്ഞുകൊള്ളണം. ഇല്ലെങ്കിൽ ചുരുളി പോലെയാണ് നിങ്ങൾ അതിൽ കിടന്ന് വീണ്ടും 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 ഈ സാധനം റിപ്പീറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും. അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വന്നാൽ നിങ്ങൾക്ക് സജ്ജനങ്ങളുമായിട്ടുള്ള സംസർഗങ്ങൾ വരും. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പർപ്പസിന് വേണ്ട ആൾക്കാർ കടന്നു വരും. നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് ഇടപെടുമ്പോഴും തുടക്കകാലത്ത് നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുപോലെ ശനി, നമ്മളിപ്പോൾ ജിമ്മിൽ പോവുകയാണെങ്കിൽ കുറേ കാലം പെയിനും വേദനയും കഷ്ടപ്പാടും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്കൊരു റിസൾട്ട് വരുന്നത്. അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുമ്പോൾ കുറേ കാലത്തേക്ക് നമുക്കൊരു ഒരടുക്കും ചിട്ടയും ഒന്നും വരത്തില്ല. അല്ലെങ്കിൽ മനസ്സിങ്ങനെ പതറിക്കൊണ്ടിരിക്കും. കുറേ കാലം കഴിയുമ്പോഴാണ് അത് ശരിയാവുന്നത്. അതുപോലെ പഠിക്കാൻ പോകുമ്പോഴാണെങ്കിലും നമ്മൾ ഏത് വിഷയത്തിന് പോയാലും ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിലേക്ക് ശ്രമിക്കാൻ പോകുമ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മളത് ശരിയാവുന്നത്. അതുപോലെയാണ് ശനിയുടെയും. ശനി തരുന്ന കാര്യങ്ങളിൽ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സക്സസ്സിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. നമ്മൾ മാറിയിട്ടുണ്ടാവും, നമുക്കൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോയി കഴിയുമ്പം എനിക്ക് തിരിച്ചറിവ് തന്ന, എന്നെ പതിയെ പതിയെ എൻ്റെ ജീവിതം മാറ്റിമറിച്ച, എന്നെ എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് കാണിച്ചു തന്ന ശനീചരൻ, പതിയെ ചരിക്കുന്നവനായിട്ടുള്ള, പതിയെയാണ് ശനി പോകുന്നത്. ഏറ്റവും സ്ലോ മൂവിങ് പ്ലാനറ്റാണ്. ആ ശനീചരനെ നമ്മൾ ശനീശ്വരൻ എന്ന് പുകഴ്ത്തും. ഞാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന, എനിക്ക് എന്നെ സ്നേഹിക്കണം എന്ന് തോന്നിപ്പിച്ച ഈശ്വരാനുഗ്രഹത്തോട് നമ്മൾ നന്ദി പറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ശനിയെക്കുറിച്ച് പറയാൻ. ശനിക്ക് പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യുക, ശാസ്താവിനെ ആശ്രയിക്കുക, ശബരിമല ശാസ്താവിനെ തന്നെ ആശ്രയിക്കുക. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമി, ദക്ഷിണാമൂർത്തി, കാളി, ദത്താത്രേയ സ്വാമി, അതുപോലെ തന്നെ മൃത്യുഞ്ജയമൂർത്തി, ഇതെല്ലാം ശനിയുടെ പരിഹാരങ്ങളാണ്. ഇതെല്ലാം ചെയ്ത് ശനിദോഷത്തിൽ നിന്ന് നിങ്ങൾ കരകയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ മാറട്ടെ, നല്ല അനുഗ്രഹം ഈശ്വരൻ തരട്ടെ, എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.